ഹലോ, നമുക്കിന്ന് സെറാവയുടെ ഒരു ഇവൻ്റ് അറ്റൻഡ് ചെയ്യാൻ പോകാനുണ്ട്. 10 o'clock ഇവൻ്റ്. ഓൾറെഡി 9:30 ആയി. 10 to 7 ആണ് എൻ്റെ ഡ്യൂട്ടി. അപ്പം 10 to 2 വരെ കോൺഫറൻസ്, അത് കഴിഞ്ഞ് ഫാർമസിയിൽ ജോയിൻ ചെയ്യണം. എൻ്റെ പാരൻസൊക്കെ ഉണ്ട് ഇവിടെ, അപ്പോൾ അവരും കൂടെ എന്നെ ഡ്രോപ്പ് ചെയ്യാൻ വന്നായിരുന്നു. അങ്ങനെ നമ്മൾ എക്സ്പോയിലെത്തി. അവർ നമുക്ക് ബഗ്ഗിയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട് പാർക്കിങ്ങിൽ നിന്ന് കോൺഫറൻസ് സെൻറ്ററിലേക്ക്. അങ്ങനെ അവർ നമ്മൾ പിക്ക് ചെയ്യാൻ വന്നു. പിന്നെ കുറച്ച് അടുത്ത് തന്നെയായിരുന്നു, അപ്പോൾ വേഗം തന്നെ എത്തി. പിന്നെ എത്തിയപ്പോൾ തന്നെ അവർ നമുക്കൊരു റിസ്റ്റ് ബാൻഡും പിന്നെ ഒരു കാർഡ് തന്നായിരുന്നു. അപ്പോൾ അതിന് 4 കൗണ്ടറുണ്ട്. 4 കൗണ്ടറിൽ ഇൻറ്ററാക്റ്റീവായിട്ടുള്ള ഫൺ കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കഴിഞ്ഞ് അവർ പഞ്ച് ചെയ്ത് തരും. അങ്ങനെ അത് കഴിഞ്ഞ് നമുക്ക് കോൺഫറൻസ് അറ്റൻഡ് ചെയ്യാൻ പോവാം. അങ്ങനെ ഫസ്റ്റ് കൗണ്ടറിൽ എന്താ ഉണ്ടാവുക വെച്ചാൽ, സ്കിന്നിൻ്റെ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ് കറക്റ്റായിട്ട് നമ്മൾ ഓർഡറിൽ ചെയ്യുക. നെക്സ്റ്റ് എന്ന് വെച്ചാൽ നമുക്ക് ഫ്രൂട്ട് ഷോട്ട്സും പിന്നെ ഇലക്ട്രോലൈറ്റ്സൊക്കെ തന്ന് നമ്മളെ സെറ്റാക്കിയായിരുന്നു. ചൂടൊക്കെയല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഡിഫറെൻറ്റ് ക്വിസസ് കാര്യങ്ങൾ, അങ്ങനെ ഓരോ കൗണ്ടറുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നായിരുന്നു അവർ. ഫോട്ടോ എടുത്തത് ഇൻസ്റ്റൻ്റായിട്ട് പ്രിൻ്റൊക്കെ എടുത്ത് തന്നു. പിന്നെ അവിടെ ഇഷ്ടംപോലെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒന്ന് വീഡിയോ എടുക്കാൻ സമയം കിട്ടിയില്ല. ഇതാണ് നമ്മൾ കോൺഫറൻസ് ഹാള്. ഞാൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ എല്ലാവരും വന്ന് കോൺഫറൻസൊക്കെ സ്റ്റാർട്ടായി. ലാസ്റ്റ് ഫുഡും ഉണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ 2 മണി കഴിഞ്ഞിട്ടുണ്ട്. വേഗം തന്നെ ഫാർമസിയിലേക്ക് പോകണം. അപ്പം കുറച്ച് എൻ്റെ കൊളീഗ്സിനെ അവിടെ നിന്ന് കിട്ടി. നമ്മളെല്ലാവരും കൂടെ എക്സ്പോയിലേക്ക് പോവുകയാണ്. ഇതൊരു മലയാളി ചേട്ടനായിരുന്നു ഇതിൻ്റെ ഡ്രൈവർ. അങ്ങനെ നമ്മൾ മെട്രോ സ്റ്റേഷനിലെത്തി. ഒരു 2 minutes 3 minutes ആയപ്പോൾ തന്നെ മെട്രോ വന്നായിരുന്നു. എൻ്റെ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റോപ്പിൽ തന്നെ നമ്മൾ ഇറങ്ങണം. DIP, അവിടെയാണ് എൻ്റെ ഫാർമസി. അങ്ങനെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല ചൂടുണ്ടായിരുന്നു. 2:30 സംതിങ് ആയിരുന്നു. അങ്ങനെ ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ബസ് എടുത്തത്. ഇതാണ് DIP. കുറച്ച് ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആണ്. ഫുൾ ഇൻഡസ്ട്രീസും കാര്യങ്ങളുമായി. ഇതാണ് ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് ഐക്കോ മോള്. അവിടെയാണ് എൻ്റെ ഫാർമസി. അപ്പം കുറച്ച് നടക്കണം ബസ് ഇറങ്ങിയിട്ട്. അങ്ങനെ 7 o'clock വരെ നമുക്കിവിടെ ഡ്യൂട്ടി ഉണ്ട്. അങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചോക്ലേറ്റ്സും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വന്നിട്ടുണ്ടായിരുന്നു. ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഷാർജയിലാണ് പോകേണ്ടത്. ഇതാണ് ബർത്ത്ഡേ ബോയ് ഇഷാൻ. ഇഷാൻ്റെ 6th ബർത്ത്ഡേ ആയിരുന്നു. അവർ നമ്മൾ കേക്കൊന്നും കട്ട് ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നു. 9 o'clock എങ്ങാനും ആയിരുന്നു നമ്മളെത്തിയപ്പോൾ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അങ്ങനെ 11:30 ആയപ്പോൾ ഇറങ്ങി. പിന്നെ 12:30 ആയി റൂമിലെത്തിയപ്പം. അങ്ങനെ ഇതാണ് ആസ് എ ഫാർമസിസ്റ്റ് മൈ ഡേ ഇൻ മൈ ലൈഫ്.